അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈഫ ഹാലക്കും വശഖ്ബാറക്കും അസാക്കും തയ്യിബീൻ. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. ഞാൻ അത് കമൻറ്റുകളിലൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഒന്നുകൂടി അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലൂടെ ഞാനത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്, വീഡിയോ അപ്രിഷ്യേറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതല്ലാതെ ചോദ്യങ്ങളും വരുന്നുണ്ട്. പരമാവധി ഞാൻ ചോദ്യങ്ങൾ കമൻറ്റുകളിലൂടെ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചിലത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനത് വീഡിയോ കണ്ടൻ്റായിട്ട് എടുക്കാറുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. അപ്പോൾ അതെന്താണ് ചോദ്യങ്ങൾ എന്നും അതെങ്ങനെയാണ് നമുക്കത് അറബിയിൽ പറയേണ്ടത് എന്നും ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഇനി വീഡിയോ തുടർന്ന് കാണുമ്പോൾ മനസ്സിലാകും. മർഹബൻ ബിക്കും ഇലാ ഖനാതി തഅലമുൽ അറബിയ മഅ ഫൈസി. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചില പ്രശ്നക്കാരായ ആളുകളുണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മൾ ജോലി ചെയ്യാൻ സമ്മതിക്കാത്തതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ച് നമ്മളുടെ ഒരു ജോലി ചെയ്യാനുള്ള മൂടൊക്കെ കളയും, അല്ലേ? നമുക്ക് വല്ലാത്ത ഡിസ്റ്റർബൻസാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആളുകളെ കുറിച്ച് നമുക്ക് മുതിർന്നോട് ചിലപ്പോൾ കംപ്ലൈൻറ്റ് പറയേണ്ടി വരും, അല്ലേ? അപ്പോൾ അറബി തന്നെ അത് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാലാണ് അതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു രൂപത്തിൽ എങ്ങനെ പറയാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ പറയുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ ആ സംശയം ദൂരീകരിക്കപ്പെടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഉപകാരപ്പെടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ വല്ലാത്ത പ്രശ്നക്കാരായ ആളാണ്. അപ്പോൾ അയാളെക്കുറിച്ച് നമ്മൾ പറയും, ഇയാൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, പിന്നെ ഞങ്ങൾക്ക് വല്ലാതെ ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കും, വല്ലാതെ ഞങ്ങളെ ഇടങ്ങേറാക്കും, അല്ലേ? ഇവൻ വല്ലാത്തൊരു പ്രശ്നക്കാരനാണ് എന്നൊക്കെ നമുക്ക് പറയണമല്ലോ. ഓക്കെ. അപ്പോൾ നമുക്കതൊന്ന് അറബിയിൽ പറഞ്ഞു നോക്കിയാലോ. ശരി, ഇയാൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ. അത് നമുക്കൊന്ന് പറയാം എങ്ങനെയാണ്. അപ്പോൾ ഇയാൾ എന്നുള്ളതിന് നമ്മൾ നഫർ എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നഫർ, ഹാദൻ നഫർ എന്നുള്ളത്. ശരിക്കും നഫർ എന്നത് അറബികൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കുറവാണ് എന്നാണ് എൻ്റെ അറബി സുഹൃത്ത് പറഞ്ഞത്. നഫർ എന്നുള്ളതല്ല അവർ ഉപയോഗിക്കുക. ഒന്നില്ലെങ്കിൽ ഷഖ്സ് എന്ന വാക്ക് ഉപയോഗിക്കും. ഷഖ്സ്, ഹ എന്ന വാക്കാണ് ഷഖ്സ്. ഓക്കെ. ഷഖ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ, ഇൻഡിവിജ്വൽ എന്ന അർത്ഥത്തിലാണ്. ഓക്കെ. അല്ലെങ്കിൽ ഗൈ എന്നൊക്കെ പറയുമല്ലോ. യെസ്, ഷഖ്സ്. രണ്ടാമത്തെ ഒരു വാക്ക് റജ്ജാൽ എന്നാണ്. റജ്ജാൽ. ഓക്കെ. ഈ ചങ്ങായി എന്നൊക്കെ പറയില്ല, ഇയാൾ, ഈ ചങ്ങായി എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ് റജ്ജാൽ എന്നുള്ളത്. അത് ഇമാറാത്തിയിലൊക്കെ റയ്യാൽ എന്നൊക്കെ ഉപയോഗിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ റയ്യാൽ, റജ്ജാൽ, ഷഖ്സ് എന്നൊക്കെ ആണ് അതിനെ ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ഇയാൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എപ്പോഴും എന്നുള്ളതിന് അലാത്തൂൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക. വേറെയും അർത്ഥം അലാത്തൂൽ എന്നുള്ളതിനുണ്ട്. അപ്പോൾ എപ്പോഴും എന്ന അർത്ഥത്തിന് അലാത്തൂൽ ഉപയോഗിക്കും. അപ്പോൾ ഇയാൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്ന്. ഓക്കെ. അപ്പോൾ എങ്ങനെ പറയും? ഹാദ റജ്ജാൽ അലാത്തൂൽ കിദ, ഹാദ റജ്ജാൽ അലാത്തൂൽ കിദ, അല്ലെങ്കിൽ ഹാദ ഷഖ്സ് അലാത്തൂൽ കിദ, ഇയാൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഹാദ റജ്ജാൽ അല്ലെങ്കിൽ ഹാദ ഷഖ്സ് അലാത്തൂൽ കിദ, അലാത്തൂൽ കിദ, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഹുമാ യഖല്ലീന നസ്തഗിൽ, ഹുമാ യഖല്ലീന നസ്തഗിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി ചെയ്യാൻ ഇയാൾ അനുവദിക്കാറില്ല, ജോലി ചെയ്യാൻ വിടാറില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ അനുവദിക്കാറില്ല. എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇടങ്ങേറാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഹാദ ഷഖ്സ് അല്ലെങ്കിൽ ഹാദ റജ്ജാൽ അലാത്തൂൽ കിദ മാ യഖല്ലീന നസ്തഗിൽ, മാ യഖല്ലീന നസ്തഗിൽ, ഇയാളെപ്പോഴും ഞങ്ങളിങ്ങനെ ഞങ്ങൾ ജോലി ചെയ്യാൻ അനുവദിക്കാറില്ല എന്നാണ്. മാ യഖല്ലീന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അനുവദിക്കാറില്ല, ഞങ്ങളെ വിടാറില്ല. ഹല്ലി വെച്ച് നമ്മൾ ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. ഓക്കെ. അപ്പോൾ മാ യഖല്ലീന നസ്തഗിൽ, ഞങ്ങൾ ജോലി ചെയ്യാൻ, ഹി ഡസിൻറ്റ് ലെറ്റസ്, എങ്ങനെ പറയും, ലെറ്റസ് ഡു അവർ ജോബ്, ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. പിന്നെന്താണ്? ഇയാളിങ്ങനെ ഞങ്ങൾ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹുവ യസ്അൽന എന്ന് പറയാം. യസ്അൽന വയസ്അജ്ന, യസ്അൽന വയസ്അജ്ന, ഞങ്ങളിങ്ങനെ ദേഷ്യം പിടിപ്പിക്കും, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും. യസ്അൽ എന്ന് പറഞ്ഞാൽ അവൻ ദേഷ്യം പിടിപ്പിക്കും എന്നാണ്. ഹുവ യസ്അൽന, ഹുവ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. യസ്അൽന വയസ്അജ്ന എന്ന് പറയാം. യസ്അൽന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കും. യസ്അജ്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും എന്നാണ്. ഇസ്ആജ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യുക,
എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് ഒരു നൗൺ ഫോമാണ്, അതിൻ്റെ മസ്ദർ ഒറിജിൻ ഫോമാണ്. ഓക്കെ, ഇസ്ആജ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതിന് പറയുന്നതാണ്, ഡിസ്റ്റർബൻസ് എന്ന് വേണമെങ്കിൽ പറയാം, ഇസ്ആജ്. ഓക്കെ, അപ്പോൾ യസ്ആജിന എന്ന് പറഞ്ഞാൽ, യസ്ആജ് എന്ന് പറഞ്ഞാൽ അവൻ ഡിസ്റ്റർബ് ചെയ്യുന്നു, യസ്ആജിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഹുവ യസ്അൽന വയസ്അജ്ന, ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നു, ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഹുവ മുസ്ഇജ് മറ, ഹുവ മുസ്ഇജ് മറ, അവൻ അങ്ങേയറ്റം ഡിസ്റ്റർബ് ചെയ്യുന്ന ആളാണ് എന്ന് പറയാം. ഹുവ മുസ്ഇജ് മറ, അങ്ങേയറ്റം ഡിസ്റ്റർബ് ചെയ്യുന്നവനാണ്, പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ ശല്യക്കാരനാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ ഉപകാരപ്പെടും. ഇനി ചില കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ലാത്തതുണ്ടാവും അല്ലേ, അപ്പോൾ നമുക്ക് താല്പര്യം ഇല്ല എന്ന് പറയേണ്ടി വരും. ചില സമയത്ത് നമുക്കത് പറയാൻ കഴിയാറില്ല അല്ലേ, ചിലപ്പോൾ അറബി അറിയാത്തത് കൊണ്ടാകാം, ചിലപ്പോൾ നമുക്ക് ചെറിയ പേടിയുള്ളത് കൊണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് പേടിക്കേണ്ട, ഇനി അറബികളോട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം താല്പര്യം ഇല്ല എങ്കിൽ തീർച്ചയായും താല്പര്യമില്ല എന്ന് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ അതെങ്ങനെയാണ്, എനിക്കൊരു കാര്യം ഇപ്പം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ കൂടെ പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇങ്ങനെയൊക്കെ എങ്ങനെ നമുക്ക് അറബിയിൽ പറയാം എന്ന് നോക്കാം. അപ്പോൾ ഇനി താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് ധൈര്യത്തോടു കൂടി പറയണം. ഓക്കെ, അപ്പോൾ താല്പര്യം, ഉദാഹരണം എനിക്ക് താല്പര്യമില്ല എന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയാൻ നമ്മൾ മാനി മുഹ്തം എന്ന് പറഞ്ഞാൽ മതി. മാനി മുഹ്തം, മാനി മുഹ്തം. ഓക്കെ, മാനി എന്ന് പറഞ്ഞാൽ എനിക്കില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, മാ ലീ എന്നാണ് ഫുസ്ഹയിൽ പറയും, മാ ലീ എന്ന് പറഞ്ഞാൽ എനിക്കില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പോക്കൺ വേർഷനാണ് മാനി. മാനി എന്ന് പറഞ്ഞാൽ എനിക്കില്ല അല്ലെങ്കിൽ ഞാനല്ല എന്നർത്ഥമാണ്. ഓക്കെ, മാനി മുഹ്തം, എനിക്ക് താല്പര്യം ഇല്ല അല്ലെങ്കിൽ ഞാൻ താല്പര്യം ഉള്ളവൻ അല്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം. മാനി മുഹ്തം. ഇനി എന്തിനാണ് താല്പര്യമില്ലാത്തത്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പം നിന്നോട് സംസാരിക്കാൻ എന്ന് പറയാൻ അത്തക്കല്ലം എന്ന് പറയാം. അത്തക്കല്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ. അത്തക്കല്ലം മഅക്, അത്തക്കല്ലം മഅക്. അപ്പം ചേർത്ത് വായിച്ചു നോക്കുക, മാനി മുഹ്തം അത്തക്കല്ലം മഅക്, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. മാനി മുഹ്തം അത്തക്കല്ലം മഅക്, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല. ഇനി അവൻ്റെ കൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ല, എത്ര നിർബന്ധിച്ചിട്ടും കാര്യമില്ല. മാനി മുഹ്തം അറൂഹ് മഅഹ്, മാനി മുഹ്തം അറൂഹ് മഅഹ്. അറൂഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ, മഅഹ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ, മഅഹു എന്നാണ് അവിടെ ശരിക്ക്, മഅഹ് എന്നാണ് സ്പോക്കണിൽ പറയാം, സംസാരത്തിലും പറയാം. അപ്പോൾ മാനി മുഹ്തം അറൂഹ് മഅഹ്, അവൻ്റെ കൂടെ പോകാൻ എനിക്ക് താല്പര്യം ഇല്ല എന്നാണ്. ഓക്കെ, ഇനി ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, കാരണം ശമ്പളം കിട്ടിയിട്ട് കുറേയായി, അല്ലെങ്കിൽ ശമ്പളം വൈകിയാണ് കിട്ടുന്നത്, അപ്പോൾ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് തീരുമാനമില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല. എങ്ങനെ, മാനി മുഹ്തം അസ്തഗിൽ ഫി ഹാദിഹി ശരിക്ക, മാനി മുഹ്തം അസ്തഗിൽ ഫി ഹാദിഹി ശരിക്ക, ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ. അസ്തഗിൽ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ എന്നാണ്. അപ്പോൾ മാനി മുഹ്തം അസ്തഗിൽ, എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഫി ഹാദിഹി ശരിക്ക, ഈ കമ്പനിയിൽ എന്നാണ്. ഓക്കെ, ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ല. അപ്പോൾ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നിങ്ങനെ പറയാം. ഇനി എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയാനോ, അനമുഹ്തം എന്ന് പറഞ്ഞാൽ മതി. അനമുഹ്തം അജിമാക്, നിൻ്റെ കൂടെ വരാൻ എനിക്ക് താല്പര്യമുണ്ട്. ഐ എം ഇൻട്രസ്റ്റഡ് ടു കം വിത്ത് യു. അനമുഹ്തം, എനിക്ക് താല്പര്യമുണ്ട്, അജിമാക്, നിൻ്റെ കൂടെ വരാൻ എന്നാണ്. ഇനി അനമുഹ്തം അറൂഹ് മഅഹ്, അവൻ്റെ കൂടെ പോകാൻ എനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ, അനമുഹ്തം അസ്തഗിൽ ഫി ഹാദിഹി ശരിക, ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അനമുഹ്തം അസ്തഗിൽ ഫി ഹാദിഹി ശരിക, എനിക്ക് ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രസ്റ്റഡ് ഓർ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. അപ്പോൾ പ്രധാനമായി നമ്മൾ ഡിസ്കസ് ചെയ്തത്, പിന്നെ അയാൾ എപ്പോഴും ഇങ്ങനെയാണ്
എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. രണ്ടാമത്തേത് താല്പര്യമുണ്ട് താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ ആ 2 ടോപ്പിക്ക് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നമ്മൾ മടി കാണിക്കാതിരിക്കുക. അതോടൊപ്പം തുടർന്നുള്ള വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. കൂടാതെ ആവശ്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അറബി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് യാതൊരു മടിയും വിചാരിക്കേണ്ട. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.